നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊളേദോലെ സൽവദോർ എന്ന് പറഞ്ഞ ചർച്ചിന്റെ ഉള്ളിലാണ്. തൊളേദോയിൽ റെസിഡന്റ് ആയിട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഇവിടുത്തെ ചർച്ചിലും മ്യൂസിയത്തിലൊക്കെ കയറാനായിട്ട് പറ്റും. ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതാണ് കേട്ടോ ഇവിടേക്ക്. ഒരുപാട് ദിവസങ്ങളായി ആഗ്രഹിക്കുന്നു ഇവിടെയുള്ള ചർച്ചുകളൊക്കെ ഒന്ന് കാണണം. എന്തായാലും സൽവദോറിൽ നിന്നാവട്ടെ തുടക്കം. ഈ ചർച്ചിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ വളരെ പഴക്കം ചെന്നൊരു ചർച്ചാണ്. 15ാം നൂറ്റാണ്ടിലാണ് ഈ ചർച്ച് പൂർണ്ണമായിട്ട് നശിച്ചത്. ഒരു തീപിടുത്തത്തിലൂടെയാണ് ചർച്ച് മുഴുവനായിട്ട് നശിച്ചത്. എന്നാൽ ഈ ചർച്ച് ഭീമമായിട്ടുള്ള ഇരുമ്പിന്റെയും മറ്റെല്ലാത്തിന്റെയും സഹായത്തോടു കൂടി പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ പുനർനിർമ്മിച്ചു. പണ്ട് ഇവർ ആരാധിച്ചു പോകുന്ന രീതിയിലൊക്കെയാണ് ഈ ചർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ നേർച്ചപ്പട്ടിയാണ്. ഇതുപോലെയുള്ള ഒരുപാട് പുരാതനമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. ചർച്ചിൽ ഇപ്പോഴും ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ മിക്ക ചർച്ചുകളിലും ഇലക്ട്രിക് തിരികളാണ്. ചുരുക്കം ചില പള്ളികളിൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള മെഴുകുതിരികൾ. മെഴുകുതിരിക്കും കുറച്ചധികം പ്രത്യേകതകളുണ്ട് കേട്ടോ. കുഞ്ഞൻ മെഴുകുതിരികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മെഴുകുതിരി ഇവിടെ ഇരുന്ന് ഉരുകിപ്പോയാലും ചർച്ച് വൃത്തികേടാവില്ല. ചർച്ചിന്റെ ഹാളൊക്കെ നമ്മൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് താഴത്തേക്ക് പോവാം. തീപിടുത്തത്തോടെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ ചർച്ചിനെ വീണ്ടും പുനർനിർമ്മിച്ച റോമക്കാർക്ക് കൊടുക്കണം ഒരു കൈയടി. ശരിക്കും പറഞ്ഞ 3 പള്ളികളുടെ അവശേഷങ്ങൾ ചേർന്ന ഒരൊറ്റ പള്ളിയാണിത്. 9ാം നൂറ്റാണ്ട് തുടങ്ങി 12ാം നൂറ്റാണ്ട് വരെ 3 പള്ളികളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 9ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളിയുടെ പേരാണ് വിസിഗോതിക്. 11ാം നൂറ്റാണ്ടില് തായിഫയും 12ാം നൂറ്റാണ്ടില് ഇപ്പൊ വികസിപ്പിച്ചെടുത്ത ക്രിസ്ത്യൻ പള്ളിയും. അങ്ങനെ 3 പള്ളികളുടെ സമന്വയമാണ് ഈ ഒരൊറ്റ പള്ളി. പള്ളിയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഗുഹകളും അണ്ടർഗ്രൗണ്ടും ഉണ്ട്. അതിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴാണ് ഒരുപാട് പുരാവസ്തുക്കളുടെ അവശേഷങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയത്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമാണ് പള്ളിയുടെ ഏറ്റവും ബൃഹത്തായ സ്ഥലം. ഇവിടെയാണ് 9ാം നൂറ്റാണ്ടിലുള്ള ഒരുപാട് ആളുകളുടെ ശവശരീരങ്ങൾ കിടന്നു കിട്ടിയത്. ഈ കാണുന്നതെല്ലാം കല്ലറകളാണ്. എന്തൊക്കെ പുരാവസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒക്കെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാളുടെ അസ്ഥികൂടം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഇവിടുന്ന് കണ്ടെത്തിയ അസ്ഥികൂടമാണ്. ഈ ഒരു പരിസ്ഥിതിയായിട്ട് ഏറെ സാമ്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഗവേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത്. ഈ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ട ആ ചിത്രം കിടക്കുന്നത് ദേ ഈ സ്ഥലത്താണ്. അതായത് ഇതാണ് ശവകുടീരം. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഗോപുരത്തിന്റെ മുകളിലേക്ക് മാത്രമേ പോകാനുള്ളൂ. ഇതാണ് ഗോപുരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം. പള്ളിയുടെ മണിഗോപുരം എന്നാണ് ഇത് പറയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പോയത് ഏറ്റവും അണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ ഇത് ഏറ്റവും മുകളിലാണ്. ഒരാൾക്ക് മാത്രം കയറാനുള്ള സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മൾ കയറിയത്. നമ്മൾ കയറുന്ന സമയത്ത് ആരെങ്കിലും ഇറങ്ങി വരാണെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും. കാരണം അതിനുള്ള സ്പേസ് ഒന്നും ഇല്ല. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൊളേദോ കംപ്ലീറ്റ് കാണാം. നല്ല കാറ്റും വീശുന്നുണ്ട്. ഒരുപാട് ഉയരത്തിൽ നിന്നൊക്കെ തൊളേദോ കാണുമ്പോൾ എന്ത് ഭംഗിയാലേ. ഇവിടെ മണി മാത്രമേ ഉള്ളൂ, ബെല്ലടിക്കണ സംഭവം ഇല്ല. എന്തായാലും മണിഗോപുരത്തിന്റെ മുകളിൽ കയറാനായിട്ട് സാധിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുറങ്ങുന്ന ഈ പള്ളിയുടെ ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.